പലപ്പോഴും മാധ്യമങ്ങളിലൂടെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ മലയാള സിനിമയിൽ കുറച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വരണം, നമ്മുടെ മലയാള സിനിമ കൂടുതൽ തലങ്ങളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ ടെക്നോളജി പരമായ കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് പൃഥ്വിരാജ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു നമുക്കത് ഹിസ്റ്ററി പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് നമുക്ക് അത്രയും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം തമിഴിൽ നമുക്ക് റോബോട്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഹിന്ദിയിൽ ഇനിയിപ്പോൾ R1 വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് പൃഥ്വിരാജിനും സന്തോഷ് സാറിനും എന്താണ് കാഴ്ചപ്പാട്? അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നമുക്ക് കൊണ്ടുവരാൻ. എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം സിനിമയിലെ സാങ്കേതികത്വം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് രണ്ടും രണ്ടാണെന്ന് തോന്നുന്നു, നിങ്ങളും ഞാനും. സിനിമയിലെ ടെക്നോളജി എന്ന് പറയുന്നത് ഗ്രാഫിക്സും ആനിമട്രോണിക്സും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടെക്നോളജി ഇൻ ഫിലിംസ് മൈറ്റ് ഈവൻ ബി ന്യൂ വേസ് ഓഫ് ടെല്ലിങ് എ സ്റ്റോറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന മലയാളത്തിൽ പോലും ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് പോലെയുള്ളൊരു സിനിമകളിൽ പോലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടൂൾ. ഇറ്റ്സ് എ ടെക്നോളജി ഇൻ ഫിലിം മേക്കിംഗ്. അത് അമേറോസ് പെറസ് എന്ന് പറഞ്ഞൊരു സിനിമ ഒന്ന് പോപ്പുലറൈസ് ചെയ്തപ്പോഴാണ് വെസ്റ്റേൺ വേൾഡ് എണീറ്റ് എന്ന് നോക്കിയതോ അത് ശരി അങ്ങനെ ഒരു കഥ പറയാൻ പറ്റും അല്ലേ. ഇപ്പോൾ മെമെന്റോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ റിവേഴ്സ് ഓർഡർ സ്ക്രീൻ പ്ലേ വന്നപ്പോൾ ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞ മറ്റൊരു യൂറോപ്യൻ സിനിമ ഉണ്ടായപ്പോഴാണ് ഒരു കഥ ക്ലൈമാക്സിൽ തുടങ്ങി ആദ്യ സീനിൽ തീരുന്ന പോലെ ഒരു കഥ പറയാൻ പറ്റും. ദാറ്റ്സ് അഗെയിൻ ടെക്നോളജി. ഇൻ ടേംസ് ഓഫ് സിനിമാറ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് ക്യാമറാസ് ആൻഡ് post-production techniques, I must tell you, at the risk of sounding immodest, Urumi is a fantastically technological film. ഉറുമിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഐ ഡൗട്ട് ഇറ്റ് മലയാളത്തിൽ ഡെഫിനറ്റ്ലി ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. യു വിൽ ബി ക്വൈറ്റ് സർപ്രൈസ് ടു നോ ദറ്റ് ഉറുമി ഈസ് ആക്ച്വലി എ ഡിജിറ്റൽ ഫിലിം. ഉറുമിയിലെ പ്രൈമറി ക്യാമറ ഇസ് എ ഡിജിറ്റൽ ക്യാമറ. അത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് അത് ഡിജിറ്റൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റാതിരിക്കുന്നത് ഇന്ത്യയിൽ. ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് ഡിജിറ്റൽ ഫിലിംസ്. അപ്പം അങ്ങനെ ന്യൂ വേസ് ഓഫ് ഫിലിം മേക്കിംഗ് ഒരുപാട് പരീക്ഷിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഇഫ് യു മീൻ ഫ്യൂച്ചറിസ്റ്റിക് ഫിലിംസ്, നമ്മൾ ചരിത്രത്തിലേക്ക് പോകാതെ ഭാവി കാലത്തിലേക്ക് പോയുള്ളൊരു സിനിമ എന്നാണ് ചോദ്യമെങ്കിൽ യെസ്, ഇറ്റ്സ് അതിനകത്തൊരു ഭയങ്കര ഒരു ത്രില്ലുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് നമ്മുടെ ഇമാജിനേഷന് ചട്ടക്കൂടുകളില്ല. വാസ്കോഡഗാമ 400 ഹജ്ജിൽ പോയി തിരിച്ചു വരുന്ന പിൽഗ്രിംസിനെ കത്തിച്ചോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം അത് ചരിത്രത്തിൽ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയാതിരിക്കാം. പക്ഷെ നാളെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് ഒരു ഭയങ്കര ത്രില്ലിംഗ് ഒരു ഇതാണ്. ഇൻഫാക്ട് what we are looking at next as a production house is something on very similar lines, which hopefully should be bigger, better, and in a much bigger scale than Urmi. When it is time, our creative head, Mr. Santoshavan, will let the announcement out. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറപറയറതിറയട്ടെ തന്തിര തന്താര. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറപറയറതിറയട്ടെ തന്തിര തന്താര. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നത് ആരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാതിനുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് ഏത്തുപിടിക്കുന്നതോനാന്ന്, നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നത് വരാന്നേ. മണ്ണാന്ന് മണ്ണാന്ന് പൊന്ന് വിളയണ മണ്ണാന്ന്, പോയവരും വന്നവരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറപറയറതിറയട്ടെ തന്തിര തന്താര. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറപറയറതിറയട്ടെ തന്തിര തന്താര. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറപറയ